അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പം കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയ യാത്ര അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത്. ഇന്നലെ നമ്മൾ അവിടെ തെലങ്കാനയിലെ ലാസ്റ്റ് സ്റ്റേഷനായിട്ടുള്ള രാമകുണ്ടത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഇത് തുടങ്ങുന്നത് ഇപ്പോൾ നമ്മൾ ഭോപ്പാലാണുള്ളത്, മധ്യപ്രദേശിലെ ഭോപ്പാലാണുള്ളത്. രാവിലെ 9 മണിയായി നമ്മൾ ഭോപ്പാലിലെത്തി. ഇനിയിപ്പം ഭോപ്പാൽ തൊട്ട് ജമ്മു വരെയുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പം നല്ല തണുപ്പുണ്ട്. ഇന്നലെ ഒന്നും നമ്മളത്ര തണുപ്പ് ഫീൽ ചെയ്തിട്ടില്ല, കാരണം നമ്മൾ ആന്ധ്ര തെലങ്കാന അങ്ങനെയാണല്ലോ വന്നത്. ഇന്നോട്ട് നല്ല രാവിലെ എണീറ്റപ്പോൾ തൊട്ടേ നല്ല തണുപ്പുണ്ട്. ഞാനിവിടുന്ന് ഒരു ചൂട് ചായ വാങ്ങിച്ചതാണ്. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇവിടുന്ന് തൊട്ട് എങ്ങോട്ട് ജമ്മു വരെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. മൊത്തം നമ്മൾ 12 സ്റ്റേറ്റ് കവർ ചെയ്യുന്നുണ്ട് ഈ ഒരു യാത്രയിൽ. അതിൽ തന്നെ 3800 കിലോമീറ്ററാണ് നമ്മൾ മൊത്തം യാത്ര ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ മഹാരാഷ്ട്ര മൊത്തം രാത്രിയാണ് കവർ ചെയ്തത്, അതുകൊണ്ട് മഹാരാഷ്ട്ര ഒന്നും നമ്മൾ കണ്ടില്ല. നാഗ്പൂരൊക്കെ രാത്രിയായിരുന്നു എത്തിയത്. ഇനിയിപ്പോൾ ഭോപ്പാലാണ്. അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് ഝാൻസിയാണ്. ഝാൻസി നമ്മൾ എത്തുക 1:30-ക്കാണ്. അതായത് 9 മണിയുടെ ഈ സ്റ്റോപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് വരുന്നത് 1 മണിക്ക് ഉച്ചയ്ക്ക് 1:30-ക്കാണ്. അത്രയും ദൂരം ഇനിയിപ്പോൾ നോൺ സ്റ്റോപ്പ് ആയിട്ടാണ് ട്രെയിൻ ഓടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇവിടേതാ ഭോപ്പാലിനെതിരെ നെയിം ബോർഡൊക്കെ കാണാൻ പറ്റും. അവിടെ കുറേ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചുകൊണ്ടേ ആ നെയിം ബോർഡ് വലിയ ഭംഗിയൊന്നുമില്ല കാണാൻ. അതുപോലെ തന്നെ സ്റ്റേഷനും വലിയ വൃത്തിയൊന്നുമില്ല. ഈ ഒരു സമയമായിട്ടും നല്ല കോടയുണ്ട്. ഇത് ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെയൊക്കെ വൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുകയേ വേണ്ട, ഇത് ഒന്നും പറയാനില്ല. അതുകൊണ്ട് ആ കാര്യം നമ്മൾ വിടാം. ഇതാണ് സ്റ്റേഷൻ. നമ്മളെ ട്രെയിൻ ഇത് അവിടെ കിടക്കുന്നുണ്ട്. കന്യാകുമാരി ശ്രീ മാതാ വൈഷ്ണോദേവി കത്ര. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ജമ്മുവിലോട്ട്, അതായത് കാശ്മീരിലോട്ട് പോകാൻ പറ്റിയ ട്രെയിനാണ് കേട്ടോ. 16317 കന്യാകുമാരിയിൽ നിന്ന് ശ്രീ മാതാ വൈഷ്ണോദേവി കത്ര വരെ ഈ ട്രെയിൻ പോകുന്നുണ്ട്. നമ്മളിന്ന് A1 സെക്കൻഡ് AC-യിലാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ ആയിട്ടുണ്ടോ, ഇത് നമ്മുടെ കണ്ടെയ്നറുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഗുഡ്സ് ട്രെയിനാണ്. നമ്മുടെ നാട്ടിൽ കേരളത്തിലോട്ടൊന്നും ഇതങ്ങനെ കാണാറില്ല. ഈ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ചരക്ക് നീക്കം നടക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ട്രെയിനുകൾ കാണാൻ പറ്റും. അതുവഴി ഒരു ട്രെയിൻ പോകുന്നുണ്ട്. അതേതാ നോക്കട്ടെ, അതിലൊന്നും പേര് കാണാനില്ല. അത് ലക്നൌന്ന് അങ്ങോട്ടേക്കാ റായ്പൂരിലേക്ക് പോകുന്ന ട്രെയിനാണ്. പിന്നെ ലക്നൌന്ന് ഭോപ്പാലോട്ടോ. അപ്പോൾ അത് ലക്നൌന്ന് ഇപ്പം ഭോപ്പാലോട്ട് വന്നത്. അത് റൈഡ് ഷെയറിംഗ് ഉണ്ട്. റൈഡ് ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ ട്രെയിനിൻ്റെ ബോഗി വെച്ചിട്ട് 2 ട്രെയിനായിട്ട് ഓടുക എന്ന് പറയുന്നു. അതാണ് റൈഡ് ഷെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ലക്നൌന്ന് ഭോപ്പാലോട്ട് വരുന്ന ട്രെയിനാണ്. ഇതിപ്പോൾ ഇവിടെ നിർത്തും, ഇവിടം വരെ ഉള്ളൂ. നല്ല തണുപ്പുണ്ട് കേട്ടോ. അയ്യോ, അവിടെ 2 വലിയ വാട്ടർ ടാങ്ക് കണ്ടോ. നമ്മുടെ ട്രെയിൻ ഇത് അവിടെ നിന്ന് ഭോപ്പാലിന് എടുത്തു. അധികം നേരം നിർത്തിയില്ല, ഒരു 5 മിനിറ്റേ നിർത്തിയുള്ളൂ. അങ്ങനെ ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 1:30-ക്കാണ്. അതായത് ഇപ്പം 9 മണിയല്ലേ, 10, 11, 12, 1, 4.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത്. 4.5 മണിക്കൂർ നമ്മൾ നോൺ സ്റ്റോപ്പായിട്ട് ഓടാൻ പോവാം. രാവിലെ ചായ ഒന്നും കുടിച്ചില്ല, ഒരു വെറും ചായ മാത്രമേ കുടിച്ചുള്ളൂ. ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഝാൻസി എത്തിയിട്ട് ഉച്ചയ്ക്ക് നല്ല കാര്യമായിട്ട് കഴിക്കാമെന്നാ. നല്ല കോടയുണ്ട് കണ്ടോ. എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഉള്ളത്. ഞാൻ മാത്രം ഒരു ടീഷർട്ട് മാത്രം ഇട്ടിട്ടായി. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഈ ഒരു ക്ലൈമറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഓവർ തണുപ്പല്ല, എന്നാൽ നല്ല തണുപ്പുണ്ട് താനും. ആ ഒരു ക്ലൈമറ്റ് ഇല്ലേ. നമ്മളപ്പോൾ അവിടുന്ന് തമിഴ്നാട് കഴിഞ്ഞു, എന്നിട്ട് കേരളത്തിലോട്ട് കയറി, എന്നിട്ട് വീണ്ടും തമിഴ്നാട്ടിലോട്ട് കയറി, എന്നിട്ട് ആന്ധ്ര കയറി. ആന്ധ്രയിൽ നമ്മൾ തെലങ്കാനയിൽ നിന്ന് മഹാരാഷ്ട്ര കഴിഞ്ഞപ്പോൾ മധ്യപ്രദേശ്. ഇപ്പോൾ എത്രാമത്തെ സ്റ്റേറ്റാ? തമിഴ്നാട്, കേരളം, ആന്ധ്ര, തെലങ്കാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്. 6ാമത്തെ സ്റ്റേറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇനിയിപ്പം അതോട്ട് പോവാം, തണുപ്പുണ്ട്. ഇവിടെ ഏതോ ഒരു ട്രെയിനിൻ്റെ ഒരു പഴയ കോച്ച് കിടക്കുന്നുണ്ട്. ഇത് ഭോപ്പാലിൽ നിന്ന് ഹസ്രത്ത് നിസാമുദ്ദീൻ ഡൽഹിക്ക് പോകുന്ന ട്രെയിനാണ്. നമ്മളിവിടുന്ന് കണ്ടോ, ഇത് ഒരു ജംഗ്ഷനാണ്, ഭോപ്പാൽ ജംഗ്ഷനാണ്. ഇവിടുന്ന് 2 ട്രാക്കായിട്ട് പോകും. നമ്മളിപ്പോൾ പോകുന്നത് മറ്റേ ഹസ്രത്ത് നിസാമുദ്ദീൻ ആ ഭാഗത്തോട്ടേക്ക് വേറെ റൂട്ട്. ഇത് പോകുന്നത് ഗുജറാത്ത് ഭാഗത്തേക്ക്.
അതായത് നമ്മൾ അന്ന് ഇവിടെ വഡോദരയൊക്കെ പോയില്ലേ, വഡോദരയൊക്കെ പോയ ട്രെയിന് ഈ ഭാഗത്തോട്ടേക്ക് അങ്ങ് പോകും. നമ്മളിവിടുന്ന് ഝാൻസി വഴി ഇങ്ങോട്ടേക്ക് പോകും. ഇവിടെയൊക്കെയുള്ള ബിൽഡിങ്ങുകൾ കണ്ടോ, ഒരു പ്രത്യേക രസമാണ്. ആ ഒരു പഴയ ബിൽഡിങ്ങുകൾ. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്, നല്ല കോടയുണ്ട്. ട്രെയിൻ അവിടുന്ന് നല്ലോണം കെർവായിട്ടാണ് വരുന്നത്, പക്ഷെ അത് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, കോട ഉള്ളതുകൊണ്ട്. ഭോപ്പാലിലുള്ള ബിൽഡിങ്ങുകളാണ് ഈ കാണുന്ന മുഴുവൻ. എല്ലാത്തിനും നല്ല പഴക്കമുണ്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ ഒരു വലിയ വാട്ടർ ടാങ്ക് അതാ അവിടെ. നമ്മുടെ ട്രെയിൻ ഇപ്പം പോകുന്ന സ്പീഡ് കണ്ടോ, 127, 131 വരെ പോയിരുന്നു. ഫുള്ള് നെൽപ്പാടങ്ങളല്ല കാണുന്ന, മൊത്തേ നമ്മുടെ കടുകാണ്, കടുകിന്റെ കൃഷിയാണ്. ആ കോടയുടെ ഉള്ളിൽ കൂടെ ആ ഒരു സീനറി ഇങ്ങനെ കാണുന്ന സമയത്ത് നല്ല ഭംഗിയാണ്. സ്പീഡ് കുറച്ച് കുറഞ്ഞു. ഇനി എത്ര സ്പീഡ് എടുക്കുന്നതിന് എന്താ, 4.5 മണിക്കൂർ അതിൻ്റെ അടുത്ത സ്റ്റോപ്പുള്ളൂ. പിന്നെ എത്ര വേണേൽ സ്പീഡ് എടുക്കാമല്ലോ. അതിനുള്ളിലൂടെ പക്ഷികളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നുണ്ടോ, എന്ത് ഭംഗിയാണ്. അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തെ കാണാൻ. എന്ത് രസമാണ് നോക്ക് നിങ്ങള്. നോക്കത്താ ദൂരത്തോട്ട് പാടങ്ങളാണ്. എല്ലാ കോച്ചിൻ്റെയും 2 സൈഡിലും വേസ്റ്റ് ബാസ്ക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആളുകൾ ചായ കുടിച്ചാലും എന്ത് ചെയ്താലും വേസ്റ്റ് കോച്ചിൻ്റെ ഉള്ളിൽ തന്നെ ഇടണം. പിന്നെ എങ്ങനെയാണ് നമ്മളെ ട്രെയിൻ വൃത്തിയായിട്ട് നിൽക്കുക? കുപ്പി ആണെങ്കിലും വേസ്റ്റ് ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ടില്ലെങ്കിൽ എന്തോ പോലെ ആൾക്കാർക്ക്. അവിടെയായിട്ടാ കാണുന്ന മൊത്തം കടുകാണ്, കടുക് പാടാണ്. നല്ല ഭംഗിയില്ല, അതൊക്കെ പൂവിട്ട് നിൽക്കുന്ന നോക്ക്. ഒരു മഞ്ഞ കളറിൽ കാണില്ല, അത് മൊത്തം കടുക് പൂവിട്ടതാ. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന മൊത്തം നെല്ലിപ്പം നടുന്ന സമയമാണ്. അടുത്ത വിളവെടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ നെല്ല് നടുന്ന സമയമാണ്. ഇപ്പൊ കുറച്ച് തണുപ്പ് കുറഞ്ഞു. നേരത്തെ നല്ല തണുപ്പായിരുന്നു. ഇപ്പം വെയിൽ വന്നിട്ട് കുറച്ചൊരു കോടയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇവിടുന്ന് ഇങ്ങനെ പാടങ്ങളൊക്കെ നോക്കി നിൽക്കാനേ. ഇത് കണ്ടോ, ഇത് നമ്മുടെ കാറ് പോലെയുള്ള ബൈക്ക് അങ്ങനെയുള്ള വാഹനങ്ങൾ ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗുഡ്സ് ട്രെയിനാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ടാണ് ദൂരേക്ക് കാറുകളൊക്കെ കൊണ്ടുപോവുക. അപ്പൊ ഷോറൂമുകളിലേക്ക് തന്നെ വളരെ ദൂരെ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റെയിൽവേ തുടങ്ങിയൊരു സംഭവമാണിത്. ഇതിവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടതാ. അതിന്റെ ലോക്കോമോട്ടീവ് ഉണ്ട്, ഒരു വാക് 9. ഇവിടെ നമ്മൾ എത്ര നേരമായിന്നറിയോ ഈ ഇങ്ങനെ കാണുന്നത് കണ്ടോ, മുഴുവൻ കടുകാണ്, കടുക്. അതിന്റെ തൊട്ടുപുറം നെൽപ്പാടം. ഗുലാബ് ഗഞ്ച് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനാണ്. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല.
ഇവിടേക്ക് എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. അവിടെ പുതിയ ട്രാക്ക് വരുന്നുണ്ടോന്ന് തോന്നുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ഈ ചരക്ക് നീക്കത്തിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ട്രാക്ക് കംപ്ലീറ്റ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇങ്ങോട്ടൊക്കെ അത് വന്നിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കണം ഇവിടെ ഇങ്ങനെ ഇറക്കിയിട്ടിട്ടേ ഇഷ്ടംപോലെ കോൺക്രീറ്റിൻ്റെ ഇത് കണ്ടോ നമ്മുടെ ട്രാക്കിൽ വെക്കുന്ന അത് ഇഷ്ടംപോലെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട്. എത്രയാ നോക്ക് കടുകുപാടങ്ങൾ മുഴുവൻ ഇവിടെ അതേ ഉള്ളൂ. നമ്മളങ്ങനെ ഇതാ അപ്പം അടുത്ത സ്റ്റേഷനായിട്ടുള്ള ഝാൻസിയിലോട്ട് വീരാങ്കണ ലക്ഷ്മിബായി ഝാൻസി റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് ഞാൻ ഇവിടെ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് ഇവിടെ അവർ കൊണ്ടുത്തരും. നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പ് നേരത്തെ ഞാൻ പറഞ്ഞില്ല 9 മണിക്കായിരുന്നു. അതിന് ശേഷം 1:30 ആകുമ്പോൾ കുറച്ച് ലേറ്റാണ് ട്രെയിന്. 1:40 ഒരു 10 മിനിറ്റ് ലേറ്റാണ്. നമ്മുടെ ഝാൻസി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ട്രെയിൻ വരുന്നുണ്ട്. ഏതാന്ന് നോക്കട്ടെ. ഒരു WIP7 ലോക്കോമോട്ടീവ്. പഞ്ചാബ് മെയിൽ. ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു ട്രെയിനാട്ടോ പഞ്ചാബ് മെയിൽ. ഇത് മുംബൈയിൽ നിന്ന് ഫിറോസ്പൂറിലേക്ക് പോകുന്ന ട്രെയിനാണ്. ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസിൽ നിന്ന് ഫിറോസ്പൂർ വരെ, പഞ്ചാബിലെ ഫിറോസ്പൂർ വരെ പോകുന്നൊരു ട്രെയിനാണ് പഞ്ചാബ് മെയിൽ. ഒരുപാട് വർഷം പഴക്കമുള്ള ട്രെയിനാണ്. നമ്മുടെ ട്രെയിന് അങ്ങനെ ഝാൻസി സ്റ്റേഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. വലിയൊരു സ്റ്റേഷനാണ്, 8 പ്ലാറ്റ്ഫോമുള്ള ഒരു സ്റ്റേഷനാണ് ഝാൻസി. ഇപ്പോൾ റിനോവേഷനൊക്കെ കഴിഞ്ഞ് പുതുക്കി പണിതതാണ്. അപ്പം അടിപൊളി സ്റ്റേഷനാക്കി മാറ്റിയിട്ടുണ്ട് ഇത്. നമ്മൾ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് തവണ ഈ സ്റ്റേഷൻ കവർ ചെയ്ത് പോയിട്ടുണ്ട്. പഞ്ചാബ് മെയിൽ ഝാൻസിയിൽ നിന്ന് പോകുന്നു. നമ്മൾ ഝാൻസിയിലോട്ട് കയറുന്നു. നമ്മളിവിടുത്തെ സ്റ്റേഷനിലോട്ട് ആ ട്രെയിൻ കയറുക. ഇവിടെ വേറൊരു ട്രെയിൻ കിടക്കുന്നുണ്ട്, WAP 7. ഇത് നമ്മൾ അധികം അങ്ങനെ കാണാറില്ല കേട്ടോ. WAP 7 ഈ ലിവറി അടിച്ചിട്ടേ നമ്മളെവിടെയൊക്കെ വൈറ്റ് കളറല്ലേ ഇത് കണ്ടോ, ഇങ്ങനെ കളർ ചെയ്തിട്ട്. ഇത് നമ്മുടെ യശ്വന്ത്പൂരിൽ നിന്ന് അസർ നിസാമുദ്ദീനിലോട്ട് പോകുന്ന ട്രെയിനാണ്. അപ്പോൾ ഇത് തിരിച്ച് യശ്വന്ത്പൂരിലോട്ട് പോവുക. അത് കർണാടക സമ്പർക്രാന്തി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്. കർണാടകയുടെ സമ്പർക്രാന്തി. അത് നമ്മുടെ കേരള സമ്പർക്രാന്തി പോലെ സമ്പർക്രാന്തി ട്രെയിനുകൾ നമ്മുടെ ഡൽഹിയിൽ നിന്ന്, അതായത് അസർ നിസാമുദ്ദീൻ വെച്ചാൽ ന്യൂഡൽഹി തന്നെയാണ്, അവിടുന്ന് ഓരോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലോട്ട് പോകും. നമുക്കും ഉണ്ട് കേരള സമ്പർക്രാന്തി എക്സ്പ്രസ്. അതുപോലെ ഇത് കർണാടകയുടെ സമ്പർക്രാന്തി എക്സ്പ്രസ്സാണ്. ഇവിടുന്ന് ഞാൻ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാ. ഇവിടുന്ന് ലോക്കോ പൈലറ്റൊക്കെ ചേഞ്ച് ആവും. ഇതിൻ്റെ ക്രൂ മൊത്തം ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടൈം എടുക്കും. പിന്നെ വാട്ടർ ഫില്ലിംഗ് ഒക്കെ ഉണ്ട്. നമ്മുടെ ലോക്കോമോട്ടീവായി കിടക്കുന്നത്, അതായത് നമ്മുടെ ട്രെയിനായി കിടക്കുന്നത് വഡോദര ഷെഡിൻ്റെ ലോക്കോമോട്ടീവാ. ഓക്കെ, ഇനി നമ്മുടെ കോച്ചിലോട്ട് തന്നെ പോവാം. നമ്മുടെ ട്രെയിൻ ഇവിടുന്ന് എടുത്തു. എന്താ ഭക്ഷണം വന്നിട്ടുണ്ട്. ഇത് ഞാൻ അതിൻ്റെ കൂടെ ഒരു സാലഡ് എക്സ്ട്രാ വാങ്ങിച്ചതാണ്. ഇതിന് 30 രൂപയാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഇതിൽ ചോറ്, ചപ്പാത്തിയാണ്, പിന്നെ കറി എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അതിൻ്റെ കൂടെ ഇതാ മസാല പപ്പടാണ്, പിന്നെ ഒരു അച്ചാറ്, പിന്നെ ഇതെന്താണ് പനീർ ബുച്ചിയ ഒരു പാക്കറ്റ് എന്തോ കഴിക്കാൻ, പിന്നെ ഒരു സ്പൂണുണ്ട്, പിന്നെ ടിഷ്യൂ പേപ്പർ ഉണ്ട്. ഇതൊക്കെയാണല്ലോ. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇപ്പോൾ കണ്ടോ ചപ്പാത്തി, പിന്നെ ഇത് പനീറിൻ്റെ കറിയാണ്. ഇത് നമ്മുടെ മോരിൻ്റെ അകത്ത് എന്തൊക്കെ ഇട്ടിട്ട്, ഇത് നമ്മുടെ ദാല്, പിന്നെ ജീരക റൈസ് ഉണ്ട്. പിന്നെ ഇത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചേ ഏറെ മറ്റേ നമ്മുടെ ഈ നിരോധിത സാധനമല്ലേ അതാണെന്ന്. പക്ഷേ ഇത് നമ്മുടെ മൗത്ത് ഫ്രഷറായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഉപ്പ്, പിന്നെ ഒരു രസഗുള കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണുള്ളത്. നല്ല ഭക്ഷണമായിരിക്കും തോന്നുന്നു. കണ്ടിട്ട് കഴിച്ചു നോക്കട്ടെ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ അത്
എനിക്ക് പിടിക്കാത്തതുകൊണ്ടാന്ന് തോന്നുന്നു. അതിൽ 2 കറി ഒരു എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു. അതിലൊന്ന് കടല ഇട്ടിട്ടുള്ളത്, നമ്മുടെ വലിയ കടലയില്ലേ മണിക്കടല എന്ന് വിളിക്കുന്ന ആ കടലയുടെ ഒരു കറി ഉണ്ടായിരുന്നു. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ തന്നെ പനീർ മസാലയും സാധാരണ കഴിക്കുന്നതായിട്ട് വേറൊരു ടേസ്റ്റാണ്. ഇത് ഇവിടുത്തെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഞാൻ മധ്യപ്രദേശിൽ നിന്ന് ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ഭക്ഷണം വാങ്ങിക്കുന്നത്. പിന്നെ അതിൽ ദാൽ ഫ്രൈ, ദാലിൻ്റെ കറി ഉണ്ടായിരുന്നു, അത് രസമുണ്ട്. പിന്നെ ചപ്പാത്തിയൊന്നും കുഴപ്പമില്ല, ബാക്കിയൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ഗോളിയോറാണ്. ഗോളിയോർ നമ്മളൊരു 2:30-2:45 ആ ടൈം ആകുമ്പോഴത്തേക്ക് എത്തും. അപ്പോൾ ഞാനെന്തായാലും എനിക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നല്ല ഉറക്കം വരുന്നു. നമുക്ക് ഉറങ്ങി എണീക്കുക എവിടുന്നാന്ന് ഇനി പറയാൻ പറ്റില്ല. ഗോളിയോർ എത്തുമ്പോൾ എണീക്കുകയാണെങ്കിൽ ഗോളിയോറിന് കാണാം, ഇല്ലെങ്കിൽ എപ്പോഴാണ് എണീക്കുന്നത് അപ്പോൾ കാണാം. നമ്മളെ ഇപ്പോൾ ഇവിടെ ആഗ്ര കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലാണ്. അതായത് താജ്മഹലിലോട്ടൊക്കെ പോകേണ്ടവർക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനാണ് കേട്ടോ ഇത്. ആഗ്ര വരുന്നത് കറക്റ്റ് ഉത്തർപ്രദേശാണ്. അപ്പം നമ്മൾ ഓരോ സ്റ്റേറ്റ് ഇതാ കടന്ന് ഇപ്പോൾ ഇവിടെ UP-യിലാണ്. ഇനിയിപ്പം നമ്മൾ അടുത്തത് ഹരിയാനയിലോട്ട് കയറും, എന്നിട്ട് അവിടുന്ന് ഡൽഹിയിലോട്ട് പോവും. ഇവിടെ കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ എന്ന് കൊടുത്ത കണ്ടോ, എന്താണെന്ന് വെച്ചാൽ ഈ ആർമിയുടെ ഓരോ റെജിമെൻറ്റുകളുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേഷനുകൾക്കാണ് കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ എന്ന് പറയുക. ഇവിടെ ഇപ്പം 2-3 മിനിറ്റേ സ്റ്റോപ്പുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കോച്ചിൻ്റെ അങ്ങോട്ട് തന്നെ പോവാം, ഇതുവഴി പോവാം. അപ്പം നിങ്ങൾ താജ്മഹലൊക്കെ കാണാൻ വരുന്നുണ്ടെങ്കിൽ ഇറങ്ങേണ്ട സ്റ്റേഷനാണ് ഈ ആഗ്ര കണ്ടോൺമെൻറ്റ്. നമ്മുടെ ട്രെയിൻ എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഫരീദാബാദാണ്, അതും UP-യിലാണ് വരുന്നത്. പിന്നെ നമ്മൾ ഹസ്രത്ത് നിസാമുദ്ദീൻ ഡൽഹി എത്തും, എന്നിട്ട് ന്യൂഡൽഹി, ഇത് 2 സ്ഥലത്ത് സ്റ്റോപ്പ് ഉണ്ട്. എന്നിട്ട് നമ്മൾ ഹരിയാനയിലോട്ട് കടക്കും. അപ്പം നമ്മളിപ്പം നിൽക്കുന്നത് UP. ഇപ്പം എത്രാമത്തെ സ്റ്റേറ്റാണെന്നറിയോ? തമിഴ്നാട്. അവിടെ നമ്മൾ കേരളം, പിന്നെ അവിടുന്ന് വീണ്ടും തമിഴ്നാട്, അതൊക്കെ. പിന്നെ അവിടുന്ന് ആന്ധ്ര, തെലങ്കാന, പിന്നെ അവിടുന്ന് മഹാരാഷ്ട്ര, പിന്നെ അവിടുന്ന് മധ്യപ്രദേശ്, പിന്നെ ഇപ്പോൾ അവിടുന്ന് ഉത്തർപ്രദേശ്. നമ്മളിപ്പോൾ 7ാമത്തെ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ഇനിയും നമ്മൾ 5 സ്റ്റേറ്റ് കൂടെ കവർ ചെയ്യും അവിടെ എത്തുന്നതിന് മുന്നേ. അപ്പോൾ നമ്മൾ 7 സംസ്ഥാനങ്ങൾ കവർ ചെയ്തിട്ടാണ് ഇപ്പം ആഗ്ര എത്തിയത്. ഇവിടുന്ന് അടുത്താട്ടോ താജ്മഹൽ, ഇവിടുന്ന് കുറച്ച് ദൂരേ പോകാനുള്ളൂ. ശരിക്കും നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ റൂംസും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് ഇറങ്ങിയാൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് താജ്മഹൽ കാണാൻ വേണ്ടി നമ്മൾ ഒരിക്കലും വരും. താജ്മഹൽ എന്തായാലും നമ്മൾ പോയിട്ടില്ല ഇതുവരെ. അപ്പോൾ എന്തായാലും ഒരിക്കലും നമുക്ക് പോയിട്ട് കാണാം. നമ്മളെ ട്രെയിന് സിഗ്നൽ കിട്ടി. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ഫരീദാബാദാണ്. നമ്മുടെ ട്രെയിൻ ഇവിടുന്ന് എടുത്തു കേട്ടോ. ആ ഒരു ട്രാക്കിൽ നിന്ന് വേറൊരു ട്രെയിനും കൂടെ പോകുന്നുണ്ട്, അതേതാണെന്ന് അറിയില്ല. നമുക്കിവിടെ കാണാം ആഗ്ര കണ്ടോൺമെൻറ്റ് എന്ന് സ്റ്റേഷൻ്റെ പേര്. ഇവിടെ അങ്ങനെ ആഗ്രയിൽ നിന്നും നമ്മളെ ട്രെയിൻ എടുത്തു. ആ ഒരു സ്റ്റേഷനെ ആ ഒരു ട്രെയിന് അവിടെ ട്രാക്കിലേക്ക് നിർത്താൻ കൊണ്ടുപോയതാന്ന് തോന്നുന്നു. അതവരെന്ത് ചെയ്യുക? ഓക്കെ, അതിൻ്റെ മുകളിൽ കുടുങ്ങി എന്തോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തോ എടുത്ത് മാറ്റാൻ തോന്നുന്നു. അതവിടെ നിർത്താൻ വേണ്ടി കൊണ്ടുപോയതാ. ഇവിടെയൊക്കെയുള്ള കെട്ടിടങ്ങൾ കണ്ടോ, കൂടുതലും ഇഷ്ടികകൾ കൊണ്ടുണ്ടാക്കുന്നതാണ്. നമ്മളെ നാട്ടിലെ കല്ലുകളല്ലേ, ഇവിടെ അങ്ങനെ കല്ലുകളില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ടെന്നല്ല, നോർത്തിൽ ഏകദേശം എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ്, ഇഷ്ടികകൾ കൊണ്ടാണ് ബിൽഡിങ് കൂടുതൽ ഉണ്ടാക്കുന്നത്. അവിടെ ഒരു പട്ടം കുടുങ്ങിയിരിക്കുന്നുണ്ടോ ലൈനിൻ്റെ മുകളിൽ. മുഴുവൻ ഇഷ്ടികകൾ കൊണ്ടുള്ള ബിൽഡിങ്ങുകളാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ട്രെയിൻ വരുന്നുണ്ടില്ല, അത് ലോക്കോമോട്ടീവ് മാത്രം. ഡൽഹിയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. നമുക്കിവിടുത്തെ ആകാശം നോക്കുമ്പോൾ തന്നെ മൊത്തം ഒരു പുകമയാണ്. ശരിക്കത് മനസ്സിലാവും ദൂരോട്ടൊക്കെ നോക്കുമ്പോൾ. ഇതൊരു ഗുഡ്സിൻ്റെ ഗുഡ്സിൻ്റെ ലോക്കോമോട്ടീവാണ്. ദൂരേക്കൊന്നും ഒരു വ്യൂ നമുക്ക് കിട്ടില്ല. ശരിക്കും ഗവൺമെൻറ്റൊക്കെ ആ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ നടപടികൾ എടുക്കേണ്ടതാണ്. കാരണം ഇത്രയും പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റിയിൽ ആളുകൾ താമസിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ദുരന്തമാണ്. താഴെക്കൂടെ ട്രാക്ക് പോകുന്നുണ്ടോ, വേറൊരു ട്രാക്ക് നമ്മളതിൻ്റെ മുകളിൽ കൂടെ കവർ ചെയ്ത് പോകുന്നു.
ഇതൊക്കെ വീടുകൾ കൂടുതലുള്ള സ്ഥലങ്ങളാണ്. ഇനി അങ്ങോട്ട് നമുക്ക് അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഉള്ളത്. ചെറിയ ഏരിയയിൽ ഒരുപാട് ആളുകൾ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങൾ. നമ്മൾ ഉത്തർപ്രദേശിലൊക്കെ കണ്ട പോലെയുള്ള ഗല്ലികളാണ് ഇവിടെ കൂടുതലും. ഒക്കെ വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിങ്ങുകളുമാണ്. അയാൾ അതിൻ്റെ മുകളിൽ കൂടെ കയറി പോകുന്നു. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഉണ്ടോ വേറൊരു ട്രാക്ക്, രാജാക്കി മണ്ഡി സ്റ്റേഷൻ. ഇവിടുത്തെ ലോക്കൽ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. കാരണം അങ്ങോട്ടേക്ക് വേറൊരു ട്രാക്ക്, അതൊക്കെ ലോക്കൽ ട്രെയിൻ ഓടുന്ന ട്രാക്കുകളായിരിക്കും. നമുക്കിനി അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് ഫരീദാബാദാണ്. അങ്ങനെ സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങി. നമുക്ക് ഫരീദാബാദ്, അത് കഴിഞ്ഞിട്ട് ഹസ്രത്ത് നിസാമുദ്ദീനാണ് മെയിൻ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ കാണുന്നത് മീററ്റ് ഡൽഹി ഹൈവേ ആട്ടോ. അത് മീററ്റിൽ നിന്ന് ഡൽഹിയിലോട്ട് പോകുന്ന എക്സ്പ്രസ് ഹൈവേ ആണ് ആ കാണുന്നത്. 6 വരി പാതിയാണ്. ഇഷ്ടംപോലെ വാഹനങ്ങൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് ഇഷ്ടംപോലെ വാഹനങ്ങൾ പോകുന്നത് കാണാൻ പറ്റും. നമ്മളെവിടെതാ ഹസ്രത്ത് നിസാമുദ്ദീൻ സ്റ്റേഷനിലോട്ട് എത്തി. ഡൽഹിയാണ്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഇവിടുന്ന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ കൂടെ ഉണ്ട്. ഇവിടെ ഒരു 5-10 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ജനറലേ നല്ല തിരക്കായി ഇപ്പോൾ. നമുക്കവിടെ ഫ്രണ്ടിലേ സ്റ്റേഷൻ്റെ പേര് ഒന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ട്. നോക്കട്ടെ, ടൈം ഉണ്ടാവുമെന്ന് അറിയില്ല. നല്ല തിരക്കാണ്. കുറേ ജനറൽ ആളുകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് ഇവിടെ ഒരു 2-3 മിനിറ്റ് കിട്ടുന്ന ആവശ്യമില്ല. അപ്പോഴത്തേക്ക് ട്രെയിൻ എടുത്തു. നമുക്കവിടെ ഫ്രണ്ട് വരെ പോകാനുള്ള സമയം കിട്ടിയില്ല. ശനി ന്യൂഡൽഹി എത്തുന്ന സമയത്ത് അവിടെ കുറച്ച് നേരം സമയമുണ്ട്. ആ ട്രെയിൻ എടുത്തു. ലോക്കോ പൈലറ്റ് മാറി. ചെറിയ സമയം കൊണ്ട് അവർ മാറി. ഹസ്രത്ത് നിസാമുദ്ദീൻ. നമ്മളിത് അങ്ങനെ ന്യൂഡൽഹി സ്റ്റേഷനിലോട്ട് എത്തിട്ടോ. ഹസ്രത്ത് നിസാമുദ്ദീൻ കഴിഞ്ഞ് ന്യൂഡൽഹി സ്റ്റേഷൻ. ഈ കാണുന്ന കോച്ച് കണ്ടോ, ഇതാണ് വിസ്റ്റഡോം കോച്ച്. അതായത് ഈ ടൂറിസ്റ്റ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോച്ചുകളാണ്. നമ്മൾ ഇതിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 തവണ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ നടന്നില്ല. പ്ലാറ്റ്ഫോം വരുന്നത് ആ ഒരു ഭാഗത്താണ്. ന്യൂഡൽഹി സ്റ്റേഷൻ ആട്ടോ ഇത്. നാളെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല സുരക്ഷ ഇതൊക്കെ ഉണ്ട്. കുറേ പോലീസുകാർ കണ്ടിരുന്നു. അപ്പോളേ നമ്മൾ ഇപ്പം ന്യൂഡൽഹിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഉറങ്ങാൻ പോവാം. സമയം ഇപ്പം 9:30 ആവാറായി. അപ്പോൾ നാളെ രാവിലെ നമ്മൾ 6 മണിയാകുമ്പോൾ പത്താൻകോട്ടെത്തും. പത്താൻകോട്ട് എത്തുന്ന സമയത്ത് എണീക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. ഇല്ലെങ്കിൽ അതിന് ശേഷം കത്വയാണ്, പിന്നെ ജമ്മു ആണ്. ജമ്മു നമ്മൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് എത്തുക. അപ്പം ഞാൻ എണീക്ക് എവിടെ എത്തുമ്പോൾ എന്നറിയില്ല. നല്ല തണുപ്പ് വന്നിട്ടുണ്ട് ഇപ്പം. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഞാൻ പത്താൻകോട്ട് എത്തുന്നതിന് മുന്നേ എണീക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് പത്താൻകോട്ട് നാളെ രാവിലെ കാണാം. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ പത്താൻകോട്ട് എത്തുമ്പോൾ എണീക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ പത്താൻകോട്ട് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ വരുന്നത് കത്വയാണ്. നമ്മൾ ജമ്മു കാശ്മീരിലെ ഫസ്റ്റ് സ്റ്റേഷനായിട്ടുള്ള കത്വയാണ് ഇനി വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ജമ്മു വരുന്നത്. ജമ്മു നമ്മൾ ഇറങ്ങും. അപ്പോൾ നല്ല തണുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈയൊക്കെ ഇങ്ങനെ മരവിക്കുന്നത്. ഞാൻ ജസ്റ്റ് എണീച്ചിട്ടുള്ളൂ, ബ്രഷൊന്നും ചെയ്തിട്ടില്ല, ലേറ്റ് ആയില്ല. അപ്പം കത്തു എത്താറായി. അപ്പോൾ ഇനി കത്തു എത്തിയിട്ട് ഒന്ന് ഫ്രഷ് ആവുമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മൾ 5 മിനിറ്റ് വേണ്ട, 2-3 മിനിറ്റിനുള്ളിൽ നമ്മളവിടെ എത്തും. 7:10 7:15 ആകുമ്പോഴത്തേക്ക് നമ്മളവിടെ എത്തും. അങ്ങനെതാ നമ്മളെ ലൈഫിൽ ആദ്യമായിട്ട് ജമ്മു കാശ്മീരിലോട്ട് പോവാണ്. ഏകദേശം 3 ദിവസത്തിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ട്രെയിനിലായിരുന്നു. 3800 കിലോമീറ്റർ. അതിൽ 3800 ഏകദേശം ആവാറായില്ല. അപ്പോൾ അത്രയും കിലോമീറ്റർ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്തു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ മൊത്തം. അപ്പോൾ നമുക്ക് കൈയൊക്കെ തണുക്കുന്നു. പുറത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. നമുക്കിനി നല്ല തണുപ്പ്. നമ്മളിതപ്പം ജമ്മു കാശ്മീരിലുള്ള ഫസ്റ്റ് സ്റ്റേഷനായിട്ടുള്ള കത്വയിലോട്ട് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ജമ്മു കാശ്മീരിലോട്ട് വന്നതാണ്.
കത്വ സ്റ്റേഷൻ. നമുക്കിവിടെയുള്ള എല്ലാ സ്റ്റേഷനിലും ഇതേപോലെ CRPFൻ്റെ ഒക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ കാണാൻ പറ്റും. കാരണം ഇവിടെ അങ്ങനത്തെ കുറേ പ്രശ്നബാധിത മേഖലയാണല്ലോ. ഒരു ഗുഡ്സ് ട്രെയിൻ വരുന്നുണ്ട്, വേഗൻ അയനാണ് കേട്ടോ ലോക്കോ. അതിൻ്റെ ആ ഒരു ലൈറ്റിൻ്റെ കളറ് കണ്ടോ, കോട ഉള്ളതുകൊണ്ട് അത് എടുത്ത് പിടിക്കുന്നത്. നമ്മളിപ്പോൾ കാശ്മീരിലൂടെയാണ് പോകുന്നത്. കാശ്മീർ മീൻസ് ജമ്മു കാശ്മീരിലൂടെയാണ്. അങ്ങനെ നമ്മളിതാ ഏറെക്കുറെ ജമ്മു എത്താറായി. ഇനി ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ ജമ്മു എത്തും. ഒരു ക്ഷേത്രമാണത്. വലിയൊരു മേൽപ്പാലം വരുന്നുണ്ട് ഇവിടെ, അതിൻ്റെ പണി നടക്കുന്നുണ്ടോ. തണുപ്പുണ്ട്, കയ്യിലിങ്ങനെ തണുപ്പടിക്കുന്നത്. നമ്മളെവിടേതാ ജമ്മു സ്റ്റേഷനിലോട്ട് ട്രെയിനിലാ കയറാൻ പോവാം. ഒരു ലോക്കോമോട്ടീവ് മാത്രം വരുന്നുണ്ട്. ഗാസിയാബ് ഷെഡിൻ്റെ ഒരു വാപ് 7. ഇഷ്ടംപോലെ ആർമി ഓഫീസർമാരുണ്ട്, പോലീസും ഒക്കെ സുരക്ഷയുടെ ഭാഗമാണ്. കണ്ടോ, ഗാസിയാബാദിൻ്റെ ഒരു വാപ് 7, വേറൊരു വാപ് 7, അതിൻ്റെ പുറകിലായിട്ട് വേറൊരു വാപ് 7, ഇവിടെ വേറൊരു വാപ് 7. എത്ര വാപ് 7ആ? ഒക്കെ ഗാസിയാബാദ് ഷെഡിൻ്റെ കേട്ടോ കാണുന്ന മുഴുവൻ. അങ്ങനെ നമ്മൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റേഷൻ. അങ്ങനെ നമ്മളിതാ 3800 കിലോമീറ്റർ യാത്ര ചെയ്ത് 12 സ്റ്റേറ്റ് കവർ ചെയ്ത് ജമ്മുവിലോട്ടെത്തി. ഇത് കണ്ടോ, ഇത് റെയിൽവേയുടെ ഒക്കെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കേട്ടോ. ഇത് ഇൻസ്പെക്ഷൻ കാറാണ്. അതായത് ഈ ഡിവിഷണൽ മാനേജർമാർ, അതിൻ്റെ മുകളിലോട്ടൊക്കെയുള്ള ഓഫീസർമാരില്ലേ, അതാണിത്. നമ്മുടെ വിസ്റ്റഡോം കോച്ചിനേക്കാളും വലിയ ഒരു വിൻഡോ ഒക്കെ കൊടുത്തിട്ട്. ഇവിടെ നല്ല രീതിയിൽ സെക്യൂരിറ്റി ടൈറ്റാണ്. കാരണം വരുന്ന ആളുകളും പോകുന്ന ആളുകളൊക്കെ ഇവരിങ്ങനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മളെ കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെ അങ്ങോട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ എല്ലാം ഉണ്ടായിരുന്നത്. ഇനി അങ്ങോട്ട് കുറേ ദിവസങ്ങൾ ഉണ്ടാവും. അങ്ങനെ നമ്മളെ ട്രെയിനിന് ഇവിടുന്ന് യാത്ര തുടരുകയാണ്. ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കത്രയാണ്. കത്ര പോയിട്ടാണ് നിൽക്കുക. നമ്മൾ വൈഷ്ണോദേവി ക്ഷേത്രത്തിലോട്ടൊക്കെ പോകണമെങ്കിൽ അവിടെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഇനി പോകാനുള്ളവരൊക്കെ ഇനി വരാനുണ്ട്. അപ്പോൾ അവരെയാണ് വെയിറ്റ് ചെയ്യുന്നത്. ട്രെയിൻ ഇവിടുന്ന് പോയി അതിന് വൈഷ്ണോദേവി കത്ര എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് ആ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ഇവിടുന്ന് ഒരു 10-60 കിലോമീറ്റർ പോകാനുണ്ട് അങ്ങോട്ടേക്ക്. നമ്മൾ ഇവിടുന്ന് ശ്രീനഗറിലോട്ട് ബൈ റോഡാണ് പോകുന്നത്. ആ പോകുന്ന വഴിയിൽ നമുക്ക് വൈഷ്ണോദേവി കത്രയൊക്കെ കാണാം. ആ ഒരു പ്ലാറ്റ്ഫോമിൽ വേറൊരു ട്രെയിൻ, ആ ട്രെയിനെ അത് നമ്മുടെ കൊൽക്കത്തയിൽ നിന്ന് ഇവിടെ ജമ്മു താവി കൊൽക്കത്തയിൽ നിന്ന് എടുത്തിട്ട് അങ്ങോട്ടേക്ക് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ജമ്മു താവിയിലോട്ട് വരുന്ന ട്രെയിനാണ്. അതിപ്പോൾ ഈ ഒരു സ്റ്റേഷനാണ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളവിടുന്ന് സ്റ്റേഷനിലോട്ട് എൻ്റർ ചെയ്തപ്പോഴേ നെയിം ബോർഡ് കണ്ടില്ലല്ലോ. അവിടെ നെയിം ബോർഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് എടുക്കാനാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ നെയിം ബോർഡ് ഉള്ളൂ. അവിടെ ജമ്മു തവി എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ജമ്മു തവി സ്റ്റേഷൻ വരുന്നത്. അങ്ങനെ ഇതാ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇവിടെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ റെയിൽവേയുടെയും RPFൻ്റെ ഒക്കെ പരിപാടികളിവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള എന്തൊക്കെയോ സർട്ടിഫിക്കറ്റ് വിതരണവും പിന്നെ കുട്ടികളുടെ പ്രോഗ്രാമും എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെതാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ ജമ്മു തവി സ്റ്റേഷൻ്റെ പുറമേ എന്നുള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ജമ്മു തവി
3 ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. അത് ഉറുദു ആണെന്നാണ് തോന്നുന്നത്. ഉറുദു അല്ലെങ്കിൽ അറബി, ഉറുദു തന്നെ ആയിരിക്കും. ഇതാണ് സ്റ്റേഷന്റെ ഒരു ഫ്രണ്ട് സൈഡ് വരുന്നത്. അപ്പൊ ഞാനിത് അവിടെ ജമ്മുവിന്റെ ഫ്രണ്ടിലോട്ട് വന്നതാണ്. ഇവിടെ ഇപ്പൊ റിപ്പബ്ലിക് ഡേന്റെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ അവിടുന്ന് 3800 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ എത്തി. 12 സ്റ്റേറ്റ് കവർ ചെയ്ത് ഇപ്പൊ ജമ്മുവിലെത്തി. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ജമ്മു സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയുക. ഇനി അങ്ങോട്ട് മുഴുവൻ കാശ്മീരിലെ കാഴ്ചകളൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോസൊക്കെ ഇനി വരുന്ന ദിവസങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ബൈ ബൈ.